ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വ്ലോഗിറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഫിൽമോറ കമ്പനിയുടെ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്, മൊബൈലിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലെത്തി ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ കുറേ ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇതിലെങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആപ്ലിക്കേഷനും ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ആദ്യം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ആസ് ഗസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്യുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ ഫേസ്ബുക്ക് ഐ ഡിയോ ഒക്കെ കൊടുത്ത് ഇതിൽ സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ഫ്രം ക്യാമറ, ഫ്രം ലൈബ്രറി രണ്ട് ഓപ്ഷനുകൾ ലഭിക്കും. ഇതിൽ ഫ്രം ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രം ഗാലറി എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് 3 വരകൾ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കുറേ ഏറെ ഓപ്ഷനുകൾ ലഭിക്കും. ഇവിടെ നിങ്ങൾക്കിതിൽ സൈൻ ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീഡിയോ റെസൊല്യൂഷൻ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ HD ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഗസ്റ്റായിട്ട് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HD ഫോർമാറ്റിലെ വീഡിയോകൾ റെൻഡർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ HD ഫോർമാറ്റിലും മറ്റും വീഡിയോകൾ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റു ചില ഫീച്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയുമാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്നും ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്ത വീഡിയോ വന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഈ ആപ്ലിക്കേഷനിലേക്ക് ആ വീഡിയോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയും. ഒരുപക്ഷെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ പ്ലേ ആക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ അതിന് താഴെയായിട്ട് രണ്ട് സൈഡിലും പ്ലസ് ഐക്കണുകൾ കൊടുത്ത് അതിനിടയ്ക്കൊരു എഡിറ്റ് ഐക്കൺ കൊടുത്തൊരു സെക്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ ട്രിം ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും വോളിയം കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ നമുക്കിവിടെ സാധിക്കും. ഇവിടെ ഒരു വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആപ്ലിക്കേഷനിലേക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ ഒന്നിലധികം വീഡിയോകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഫ്രം ക്യാമറ, ഫ്രം ലൈബ്രറി രണ്ട് ഓപ്ഷനുണ്ട്. നമുക്ക് ക്യാമറയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രം ക്യാമറ എന്നുള്ളത് സെലക്ട് ചെയ്ത് ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ഒന്ന് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ 2 ക്ലിപ്പിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും വീഡിയോകൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ ഇപ്പോൾ 3 വീഡിയോ ക്ലിപ്പിംഗ്സ് വന്നിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് ഇത് ഞാനൊന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഇപ്പോൾ ഇത് പ്ലേ ആകുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ വീഡിയോയിൽ വേണ്ടാത്ത ഭാഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഒന്നും ഇത് പ്ലേ ചെയ്തു. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഈ കാണിക്കുന്ന ഇൻട്രൊഡക്ഷൻ എനിക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കുക, ഇതിൽ സെലക്ട് ചെയ്തു. ഇൻട്രൊഡക്ഷൻ വരെയുള്ള ഭാഗം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ആദ്യത്തെ ഭാഗം സ്പ്ലിറ്റായി ഈ വീഡിയോ 2ആയിട്ട് മാറിയിട്ടുണ്ട്. നോക്കുക, ഞാൻ ഈ ആദ്യത്തെ ഭാഗം നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം രണ്ടാമത്തെ ഭാഗവും പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, അപ്പോൾ ആദ്യത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഭാഗം നമുക്ക് വേണ്ടാത്തതാണ്. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്യുക, അതിൽ കൊണ്ടുവരിക. അതിനുശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക,
ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നൽകിയിരുന്ന ആ ഇൻട്രോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് വീഡിയോയിൽ നിന്നും വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഏത് ഭാഗമാണോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്പ്ലിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് 2 മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. നോക്കുക, ഇപ്പോൾ 2 വീഡിയോകളായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ റൊട്ടേറ്റ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫേഡ് ഇൻ ഫേഡ് ഔട്ട്. 2 ഓപ്ഷനുകളുണ്ട്. ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് സൗണ്ട് കുറഞ്ഞ് നിലയിൽ നിന്നും നോർമൽ ഒരു സൗണ്ടിൻ്റെ ലെവലിലേക്ക് എത്തുന്നത്, അതായത് വളരെ കുറഞ്ഞ സൗണ്ടിൽ നിന്നും പിന്നീട് സൗണ്ട് കൂടി നോർമലായിട്ട് എത്തുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നിർത്തുന്ന വീഡിയോ അവസാനിക്കുന്ന ഭാഗത്ത് ഫേഡ് ഔട്ട് സൗണ്ട് കുറഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് വോളിയം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് വീണ്ടും ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെയിൻ സ്ക്രീനിലെത്തും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത 4 വീഡിയോകൾ ഇവിടെയുണ്ട്. 2 റെക്കോർഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ വീഡിയോയിലും നമുക്ക് ഓരോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അതല്ല ഒന്നിലധികം വീഡിയോയിൽ ഒരേപോലെ നമുക്ക് എല്ലാ വീഡിയോയിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും സാധിക്കും. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ടെസ്റ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ സബ്സ്ക്രൈബ് എന്ന് എഴുതി അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ, നമ്മൾ എഴുതുന്ന കാര്യത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് സ്റ്റൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ്. ഓരോന്ന് നമുക്ക് ഈ വീഡിയോയിലെ ടെസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യത്തെ സ്റ്റൈൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ കാണാൻ സാധിക്കും. അതിനുശേഷം 2ാമത്തെ സ്റ്റൈൽ ഒന്ന് സെലക്ട് ചെയ്തു. ഇതിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്, ഞാനതൊന്ന് കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. 3ാമത്തെ സ്റ്റൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, അതിനുശേഷം ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പല ടെസ്റ്റ് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ ഏത് വേണമെങ്കിലും ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഇത് ഫിക്സ് ചെയ്തു. അടുത്തതായിട്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷനാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു കഴിഞ്ഞു. ഓഡിയോ എന്നുള്ള സെക്ഷനിൽ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന നമ്മളുടെ വീഡിയോയുടെ വോളിയം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ ഒരുപാട് മ്യൂസിക് ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കും, ഫ്രീ മ്യൂസിക്. നിങ്ങൾക്ക് ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോ മൊത്തം മ്യൂസിക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ചില ഭാഗങ്ങളിൽ മാത്രം മ്യൂസിക് ആഡ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആഡ് ചെയ്ത ആ മ്യൂസിക് ഇവിടെ വരും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സെക്ഷൻ ഓപ്പൺ ആവും. ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. ഇവിടെയും നമുക്ക് ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫേഡ് ഇൻ ഫേഡ് ഔട്ട് കൊടുത്ത് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. നോക്കുക, ഇതിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക, നമ്മൾ ആഡ് ചെയ്ത മ്യൂസിക് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ അത്രയും ഭാഗത്താണോ മ്യൂസിക് ആഡ് ചെയ്ത് അത്രയും ഭാഗത്ത് മ്യൂസിക് വരും. അതിനുശേഷം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്യണം. ട്രാൻസിഷൻസ് ആഡ് ചെയ്യുന്നത് നോർമലായിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 2 വീഡിയോകളുടെയും ഇടയ്ക്കുള്ള ഭാഗത്ത് നമുക്ക് പല ട്രാൻസിഷനുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ഉള്ളൂ, അത് നമുക്ക് കട്ട് ചെയ്ത് പല ഭാഗങ്ങളാക്കിയിട്ട് അതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് ഓരോ എഫക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കിവിടെ 4 വീഡിയോകളുണ്ട്. അപ്പോൾ നമുക്ക് 4 ട്രാൻസിഷൻസ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ട്രാൻസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് 1-2 ട്രാൻസിഷൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും പല രീതിയിലുള്ള ട്രാൻസിഷൻ ഉണ്ട്. നമുക്ക് ഈ ട്രാൻസിഷൻ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളുടെ ഓരോ വീഡിയോകളുടെയും ഇടയ്ക്കായിട്ട് ഓരോ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ട്രാൻസിഷൻസ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 3 ട്രാൻസിഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞു.
അടുത്ത ഒരു ട്രാൻസിഷൻ ഏതാണ്? 4ാമത്തെ ആഡ് ചെയ്തു. ഓക്കെ, എല്ലാ ട്രാൻസിഷനും ആഡ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. നോക്കുക, ഞാനിവിടെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്തിരുന്നു. അത് ഈ വീഡിയോ പ്ലേ ചെയ്ത് അതിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നോക്കുക, ആ ട്രാൻസിഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത ട്രാൻസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷനൊക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഏത് ട്രാൻസിഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത സെക്ഷനിൽ നമുക്കിവിടെ കാണാൻ സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. സ്പീഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. നമുക്ക് ഏത് രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സ്പീഡ് നമുക്ക് മൊത്തമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. നോക്കുക, വളരെ സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷനാണ് ഫിൽറ്റർ. ഫിൽറ്ററിൽ നമുക്ക് ഒരുപാട് ഫിൽറ്ററുകൾ ലഭിക്കും. നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള വളരെ ലുക്കുള്ള ഫിൽറ്ററുകൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും. നോക്കുക, നിങ്ങളുടെ കാണാൻ സാധിക്കും. ഈ എഫക്റ്റുകളൊക്കെ നമുക്ക്, ഈ ഫിൽറ്ററുകളൊക്കെ മറ്റ് ആപ്ലിക്കേഷനുകളിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട ഫിൽറ്ററുകളാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. നോക്കുക, നിങ്ങളുടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഫിൽറ്ററുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫിൽറ്ററുകളും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാനിത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഈ വീഡിയോയുടെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, സാധാരണ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളിലൊന്നും ഇത് നമുക്ക് ലഭിക്കാറില്ല, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. എന്നാൽ ഈ ആപ്ലിക്കേഷനിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും ലഭിക്കുന്നുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നിങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ കളർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് സാധ്യമാകുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടണുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ സേവ് ചെയ്യുക. നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാൻ ഈ വീഡിയോ ഇവിടെ സേവ് ചെയ്യുകയാണ്. 2% ആയിട്ടേ ഉള്ളൂ. ഇതൊരു വലിയ വീഡിയോ ആണ്, കാരണം ഞാനൊരു ഫുൾ HD വീഡിയോ ആണ് ആദ്യം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് കുറേ സമയം എടുക്കും. ഞാനിത് കംപ്ലീറ്റ് ആകുന്ന വരെ ഏതായാലും വെയിറ്റ് ചെയ്യുന്നില്ല. ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ എൻ്റെ എക്സ്പോർട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്താലൊക്കെ മതിയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനായിട്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് നിങ്ങൾ എടുക്കുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായിട്ടുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.